വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും നമ്മളെ ഇനി ഇപ്പൊ പഠിച്ചു വന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ആദ്യം മുതൽ ഇപ്പൊ അവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഫ്രാക്ഷൻസ്. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ഫ്രാക്ഷൻസിന്റെ അകത്ത് എല്ലാം സിമ്പിൾ ചോദ്യം തന്നെയാണ്. എന്നാലും കുറച്ചൊരു ചോദ്യം കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അതിലുണ്ട്. അപ്പൊ അതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വരാനുള്ള നല്ല ചാൻസും ഉണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് മിസ്സിന്റെ കൂടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ വേഗം വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. എന്താണ് ചോദ്യം? ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 12 സെന്റിമീറ്റർ അല്ലെ. ആദ്യം എ ബി എന്ന് പറഞ്ഞൊരു ലൈന് വരയ്ക്കണം. അത് 12 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. മാർക്ക് എ സി ആസ് 2/3 ഓഫ് എ ബി അല്ലെ. അപ്പൊ നോക്കണേ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലൈനിൽ തന്നെയാണ് ബാക്കി എല്ലാം നമ്മൾ എന്താക്കേണ്ടത്, കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പൊ ഒരു ലൈന് വേണം, അത് 12 സെന്റിമീറ്റർ ആണ്. ആ 12 സെന്റിമീറ്ററിന്റെ 2/3 പാർട്ടാണ് എ സി എന്ന് പറഞ്ഞ ഒരു ലൈൻ. അത് അതിൽ തന്നെ വരയ്ക്കണം. എന്നിട്ടോ ഈ പറയുന്ന എ സിയുടെ അല്ലെ മാർക്ക് എ ഡി, ഒരു പുതിയ ലൈന് വീണ്ടും എടുത്തു. ഏതാ? എ ഡി. എ ഡി എന്ന് പറയുന്നത് 1/4 ഓഫ് എ സി ആണ്. എ സി എന്ന് വരച്ച ആ പുതിയ വരയുടെ 1/4 പാർട്ടാണ് ആര്? എ ഡി. എന്നിട്ട് നമ്മളവിടെ ലാസ്റ്റ് ചോദിച്ചത് എന്താ? അതെ, എ ബിയും എ ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അല്ലെ. അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിച്ചത് അല്ലെ. വാട്ട് പാർട്ട് ഓഫ് എ ബി ഈസ് എ ഡി? എ ബിയുടെ എത്ര പാർട്ടാണ് എ ഡി? സിമ്പിൾ ആടാ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവൂലേ, ഇതെങ്ങനെ ചെയ്യും എന്നുള്ള തോന്നലായിരിക്കും. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോക്കട്ടെ, ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന 12 സെന്റിമീറ്ററിൽ വരച്ചു. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞേ? എ സി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്, ഇതിൽ തന്നെ വരയ്ക്കാം. എ സി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. പക്ഷെ എ സിയുടെ പ്രത്യേകത എന്താ? എ ബിയുടെ 2/3 പാർട്ടാണ് എ സി. അങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേ അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കണം. എ സി എന്ന് പറയുന്നത് എ ബിയുടെ 2/3 പാർട്ടാണ്. എടാ, എ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? എ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 12 സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ. ഇതിന്റെ അല്ലെ 12ന്റെ 2/3 പാർട്ട്. അപ്പൊ 12ന്റെ 2/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 12നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ നോക്കണേ, എനിക്കിത് വേഗം ചെയ്യാലോ, കാൽക്കുലേഷൻ വേഗം ചെയ്യാം. എന്റെ മക്കൾക്ക് വേണമെങ്കിൽ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 24/3 എന്ന് ചെയ്യാം. ഇനി അതല്ല, അതിനേക്കാൾ സിമ്പിൾ ആക്കാൻ എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്യാ? 12ൽ 3 എത്ര ടൈംസ് പോകും എന്ന് നോക്കാം. 12ൽ 3 എത്ര ടൈംസ് പോകും? 4 ടൈംസ് പോകും. പോവില്ലേ? അപ്പൊ ഈ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളെ ആൻസർ ആയി. അപ്പൊ 4 × 2 എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ. റെഡി ആണോ? ഈ കിട്ടിയ 8 സെന്റിമീറ്റർ എന്താ? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് 12ന്റെ 2/3 ഭാഗമാണ് എ സി എന്ന് പറയുന്ന പുതിയ ലൈൻ. അപ്പൊ എ സിയുടെ സെന്റിമീറ്റർ ആണ് 8 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്. ഓക്കെ, എ സി ഈസ് ഈക്വൽ ടു ആണ് 8 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു ലൈനില് 8 സെന്റിമീറ്റർ എവിടെ വരും? ഏകദേശം 8 സെന്റിമീറ്റർ ഇവിടെ വരും അല്ലെ. ഇവിടെ വരെ 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നോക്കണേ, എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സി എന്ന് ഇട്ട് കൊടുത്താൽ എ സി ആയില്ലേ. അപ്പൊ എ മുതൽ സി വരെ 8 സെന്റിമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ 12ന്റെ 2/3 പോർഷൻ ആണല്ലേ, 2/3 പാർട്ടാണ് 8 സെന്റിമീറ്റർ. കഴിഞ്ഞോ ചോദ്യം? ഇല്ല. ചോദ്യത്തിൽ ബാക്കി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? എ ഡി എന്ന് പറഞ്ഞൊരു പുതിയ ലൈൻ ഉണ്ട് അല്ലെ, അതുകൂടെ മാർക്ക് ചെയ്യണം. അതെന്ന് പറയുന്നത് 1/4 ഓഫ് എ സി ആണ്. അപ്പൊ 1/4 ഓഫ് എ സി. എ സി എത്രയാണ് നമുക്കിപ്പോ കിട്ടിയേ? എ സി എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ. അപ്പൊ 8 സെന്റിമീറ്ററിന്റെ 1/4 പാർട്ട് അല്ലെ, 8ന്റെ 1/4. 8ന്റെ 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 8/4 ആണ്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വരും? 2 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവണം. 2 സെന്റിമീറ്റർ അല്ലെ. ഈ 2 സെന്റിമീറ്റർ ആരാ? പുതിയ ലൈനാണ്. അതാണ് എ ഡി അല്ലെ. അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞേ? എ ഡി എന്ന് പറയുന്ന ലൈൻ ഈ എ സിയുടെ 1/4 പാർട്ടാണ്. അപ്പൊ 8ന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്ററാ. അപ്പൊ 7യുടെ നീളം കിട്ടി എനിക്ക്.
AD എനിക്ക് എവിടെ എഴുതാം? 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. ഓക്കെ, ഇത് 2 സെന്റിമീറ്റർ വരെ വരും. അപ്പൊ A ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എഴുതി കൂടെ എനിക്ക് D എന്ന്. അപ്പൊ ഇതാ A മുതൽ D വരെ 2 സെന്റിമീറ്റർ ആണെന്നും എനിക്ക് കിട്ടി. അതേ ലൈനിൽ തന്നെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ലാസ്റ്റ് ചോദ്യം എന്തായിരുന്നു? വാട്ട് പാർട്ട് ഓഫ് AB ഈസ് AD? അപ്പൊ അതും കൂടെ എനിക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? AB എന്ന് പറഞ്ഞാൽ ആരാ? A മുതൽ B വരെ അല്ലേ, ആ വലിയ ലൈന്, അതാണ് AB. അപ്പൊ ABയുടെ എത്ര പാർട്ടാണ് AD എന്നാ ചോദിച്ചേ. സിമ്പിൾ അല്ലേടാ. AB എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ, AD എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ. 12നെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് 2 കിട്ടുക? അത്ര ആലോചിച്ചാൽ മതി. എന്റെ മക്കൾ എന്താ ആലോചിക്കണ്ടേ? 12നെ എന്ത് ചെയ്താലാണ് 2 കിട്ടുക? 12നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? 2 കിട്ടുക അല്ലേ? ശരിയല്ലേ? അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? എനിക്കിതാ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/6 കൊണ്ട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പോരെ? 12നെ 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ആരെ കിട്ടും? 2 കിട്ടും. എന്ന് പറഞ്ഞാൽ എബിയുടെ എത്ര പാർട്ടാണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചല്ലേ. എബിയുടെ 1/6 ഭാഗം അല്ലെങ്കിൽ 1/6 പാർട്ടാണ് AD അല്ലേ? അപ്പൊ എത്ര പാർട്ടാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസർ 1/6 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ ഇത് അധിക പേരും തെറ്റിക്കുന്ന ഒരു ചോദ്യവും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയത് കൊണ്ടാണ് മിസ് ഇത് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ മക്കൾക്ക് കുറെ പേർക്ക് സംശയമുള്ള ഒരു സെക്ഷനും കൂടെ ആയിരുന്നു. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഓണപരീക്ഷന്റെ സമയമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് മക്കള് എന്താക്കണം? നോക്കി ചെയ്ത് പഠിക്കണം. അപ്പൊ അതിലും എവിടെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. അപ്പൊ ദാ ഈ ഒരു ചോദ്യം ചെയ്ത പോലെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതേ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ബോർഡിൽ. അതുകൂടെ ഒന്ന് എന്റെ മക്കളെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇതൊരു ചെറിയ ഹോംവർക്ക് ആയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ആൻസർ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയാണോ സംശയമുള്ളത്, ഫ്രാക്ഷൻസിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഏത് ചാപ്റ്റർ വൈസ് ആണോ, എവിടെയാണോ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് അറിയേണ്ടത്, അതും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ആ ചോദ്യത്തിന് ആൻസറുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ എന്തായാലും വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡൗട്ടിന്റെ ക്ലിയറിംഗ് സെക്ഷനുമായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.